Greetings to everyone. Today we are dealing with your paper Ability Enhancement Compulsory Course Environmental Studies and Disaster Management from your prescribed textbook Ecoscapes. Our today's focus is on disaster preparedness and rehabilitation. That is from your Unit 4 Disaster Management, and this is a revision only as we have studied everything in your classroom. Okay. Before that, I would like to ask you one question. What is a disaster? എന്താണ് ഒരു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സഡൻ ആക്സിഡൻറ്റ് ഓർ നാച്ചുറൽ കാറ്റാസ്ട്രോഫി. So when a disaster comes, it will disrupt the smooth functioning of a society. It will cause harm to humans, environment and other materials, etc. So we know that there are two types of disasters, and we have studied in our previous chapters also, and that is natural disaster and man-made disaster. ഇപ്പോൾ ഏത് ഡിസാസ്റ്റർ നാച്ചുറൽ ആണെങ്കിലും മാൻമെയ്ഡ് ആണെങ്കിലും ഏത് ഡിസാസ്റ്റർ വന്നാലും ദാറ്റ് ഈസ് ബിയോണ്ട് അവർ കൺട്രോൾ. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. ഇറ്റ് വിൽ സീരിയസ്ലി അഫക്ട് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് അവർ സൊസൈറ്റി. സോ ഡിസാസ്റ്ററിനെ നമുക്കൊരിക്കലും തടയാൻ പറ്റത്തില്ല. ബട്ട് ഇഫ് വി ആർ പ്രിപ്പയർഡ് വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദാറ്റ്. ഓക്കെ, സോ ഒരു ഡിസാസ്റ്ററിനെ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്കതിൻ്റെ ഇൽ എഫക്ട്സ് കുറയ്ക്കാനായിട്ട് സാധിക്കും. And you know that recently we got a warning from the warning of the cyclone. What is that? Burevi. And we made all arrangements to battle with that cyclone Burevi. And we are prepared so that we can easily manage that disaster. അങ്ങനെ ഒരു ബുറേവി എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റ് വരുമെന്ന് നമുക്ക് നേരത്തെ തന്നെ വാണിംഗ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു. അതിനെ എങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ അത് വന്നാൽ തന്നെ നമുക്ക് എങ്ങനെ അതിൻ്റെ റിസ്ക് കുറയ്ക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിരുന്നു. ഫോർച്ചുനേറ്റ്ലി നമുക്കതിൻ്റെ ഇൽ എഫക്ട്സ് ഒന്നും തന്നെ വന്നില്ല. ഓക്കെ, ബട്ട് അൺഎക്സ്പെക്റ്റഡ് ഡിസാസ്റ്റേഴ്സ് വരാം അല്ലേ? അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു ഡിസാസ്റ്ററിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എന്തൊക്കെ പ്രിപ്പയർഡ്നെസ് നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ പുനരധിവസിപ്പിക്കാം, റീഹാബിലിറ്റേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് as defined by UNISDR, United Nations International Strategy for Disaster Reduction, is the knowledge and capacities developed by governments, professional response and recovery organizations, communities and individuals to effectively anticipate, respond to and recover from the impacts of likely, imminent or current hazard events or conditions. It is a long definition, but ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിനകത്ത് പറയുന്നത്. നമുക്കൊരു ഡിസാസ്റ്റർ അത് നമുക്ക് നേരത്തെ അറിയാൻ സാധിച്ചാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഹൗ വി ആർ റെസ്പോണ്ടിങ് ടു ദാറ്റ് ഡിസാസ്റ്റർ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, ഇൻഡിവിജ്വൽ എങ്ങനെ നമ്മളതിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, എങ്ങനെ നമ്മളതിനോട് ഹൗ വി ആർ റെസ്പോണ്ടിങ് ടു ദം ആൻഡ് ഹൗ വി ആർ റിക്കവറിങ് ഫ്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇമ്പാക്ട്സ് ഓഫ് ലൈക്ലി, ഇമ്മിനൻ്റ് ഓർ കറൻറ്റ് ഹസാർഡ് ഇവൻറ്റ്സ് ഓർ കണ്ടീഷൻസ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു അവബോധം, ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ തന്നെ അതിനെക്കുറിച്ച് നമുക്കൊരു അവെയർനെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഇൽ എഫക്ട്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, we can talk quite bit about the relief standard operating procedure for natural and man-made disaster. Okay, എന്തൊക്കെയാണ് വാട്ട് ആർ ദ റിലീഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ? വി ക്യാൻ നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ്, വി വിൽ സെറ്റിംഗ് അപ്പ് എ ക്യാമ്പ്, റിലീഫ് ക്യാമ്പ്.
organization aims in promoting a holistic approach for the well-being of the inhabitants of the camp. So when we set up a camp, we should focus on the holistic approach for the well-being of the inhabitants. We know that in a camp we can see different types of people, that is people from different strata of the society, but we need to approach them holistically. എല്ലാവരെയും നമ്മൾ എന്താണ് ഒരേപോലെ കാണണം. ഒരു ക്യാമ്പിൽ നമ്മളെല്ലാം ഡിഫറെൻറ്റ് സ്ട്രാറ്റ ഓഫ് സൊസൈറ്റിയിലെ ആളുകളായിരിക്കും വരുന്നത്, ബട്ട് വി വിൽ അപ്രോച്ച് ദം ഹോളിസ്റ്റിക്കലി. Special care should be given to maintain social and emotional well-being of the inhabitants. We know that most of the inhabitants in a camp, they are totally emotionally, they may not be fit. So we should concentrate on their social and emotional well-being of the inhabitants. Okay, now we can look into what are the steps to establish a relief camp. And you all are responsible for that. We should know that what are the steps to establish a relief camp. നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എപ്പോഴാണ് എവിടെയാണ് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചില സമയത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ റിലീഫ് ക്യാമ്പ്സ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 2018 ഫ്ലഡിലൊക്കെ നമുക്ക് അങ്ങനെ അത് കണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നോർമലി ക്യാമ്പ് ഷുഡ് ബി സെറ്റപ്പ് ഇൻ ആൻ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ലൈക്ക് സ്കൂൾ ഓർ കമ്മ്യൂണിറ്റി ഹാൾ. that we know that ക്യാമ്പ്സ് നമുക്ക് എപ്പോഴും ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിലാണ് കാണാൻ പറ്റുന്നത്. ടെമ്പററി ബിൽഡിങ്ങിലല്ല സാധാരണയായിട്ടും ഇതുപോലുള്ള ക്യാമ്പ്സ് സെറ്റപ്പ് ചെയ്യുന്നത്. സോ വി ക്യാൻ ടോക്ക് എ ക്വൈറ്റ് ബിറ്റ് അബൌട്ട് ദാറ്റ്. സോ ദ ലൊക്കേഷൻ ഓഫ് ദി ക്യാമ്പ് ഷുഡ് ബി സേഫ്. വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ്? it won't be prone to other disasters. ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ഫ്ലഡിലുള്ള ആളുകളെ രക്ഷിച്ച് ഒരു റിലീഫ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ആ റിലീഫ് ക്യാമ്പ് പെട്ടെന്ന് തന്നെ വീണ്ടും ഒരു ഫ്ലഡിന് കാരണം ഫ്ലഡ് അഫക്റ്റഡ് ആവുകയാണെങ്കിൽ ദാറ്റ് ക്യാമ്പ് ഈസ് നോട്ട് സേഫ്. സോ ദ ലൊക്കേഷൻ ഷുഡ് ബി സേഫ്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് ഷുഡ് ബി ആക്സസിബിൾ ബൈ vehicles. Okay, the next point is location of the camp should be shared quickly. After setting up the camp, we should share the location of the camp quickly so that people can access that camp very easily. And emergency relief materials should be arranged as early as possible. Can you tell me what are the emergency relief materials? എന്തൊക്കെയാണ് എമർജൻസി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട റിലീഫ് മെറ്റീരിയൽസ്? Drinking water, food, bedding, medicines. All these are emergency relief materials. Then after that we should, there is other important point is that there should be a control room should be there in the relief camp. Now we can talk about the camp administration. So in the previous slides we talk about relief standard operating procedure. Now we can look into camp administration. And camp officer is district collector. That point you should be noted that district collector is the camp officer. ഒരു ക്യാമ്പിൻ്റെ ഉന്നത അധികാരമുള്ളത് ആർക്കാണ്? ക്യാമ്പ് ഓഫീസറാണ്. ആ ക്യാമ്പ് ഓഫീസർ ആരാണ്? ആ ഡിസ്ട്രിക്റ്റിലെ കളക്ടറായിരിക്കും. നെക്സ്റ്റ്, സോ ദ ഫസ്റ്റ് പോയിന്റ് ക്യാമ്പ് ഓഫീസർ, ദെൻ അസിസ്റ്റന്റ് ക്യാമ്പ് ഓഫീസർ. ദ അസിസ്റ്റന്റ് ക്യാമ്പ് ഓഫീസർ ദാറ്റ് ഈസ് യൂഷ്വലി പ്രിൻസിപ്പൽ. if the camp is in a school or college, the head of the institution will be the assistant camp officer. Then we can see an advisory committee as MLA as the head. In that advisory committee, there is municipal council members, local leaders, priests,
teachers, etc. Okay. All executive powers should be vested with the camp officer. അപ്പോൾ ക്യാമ്പിൽ എന്ത് കാര്യങ്ങളും തീരുമാനിക്കാനുള്ള ഉന്നത അധികാരമുള്ളത് ആർക്കാണ്? നമ്മുടെ ക്യാമ്പ് ഓഫീസറായ ഡിസ്ട്രിക്ട് കളക്ടറിനാണ്. And in a camp there will be 2 meetings will be arranged, one in the morning and the other in the evening. In the morning the meeting is to plan the day's activity, and the second meeting that will be in the evening to evaluate the camp activities. So there should be 2 meetings in the camp. Okay, these are the camp administration. Now we can move into the basic facilities in a camp. Okay, first thing is proper lighting. Proper lighting, that is very important, and we can use generators. Usually power failure may be there, because after a disaster there will be a power failure. That is quite natural. So we can use generators, and if solar system is there, that is also very good. And candles, matches, torches, etc. should be supplied to each room. Then proper assessment of water. The usage of water should be properly assessed. ഇപ്പം നമുക്കറിയാം ഫ്ലഡ് ആണെങ്കിൽ പോലും, ചുറ്റുപാടും വെള്ളമാണെങ്കിൽ പോലും, പക്ഷെ കുടിക്കാൻ നമുക്കൊരു ശുദ്ധമായ വെള്ളം കിട്ടണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ പലപ്പോഴും കിലോമീറ്ററുകൾ അകലെ പോകേണ്ടതായിട്ട് വരും, അല്ലേ, ശുദ്ധജലത്തിന് വേണ്ടി. അപ്പോൾ നമ്മൾ ആ ക്യാമ്പിൽ ഉപയോഗിക്കുന്ന വാട്ടർ അസസ് ചെയ്യണം. അതായത് ടോട്ടൽ റിക്വയർമെൻറ്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഫോർ ടോയ്ലറ്റ്സ്, ബാത്ത് ആൻഡ് വാഷിംഗ് ഓഫ് ക്ലോത്ത്സ് ആൻഡ് യുട്ടൻസിൽസ് ഷുഡ് ബി അസസ്ഡ്. ഓക്കെ. Then proper sanitation facilities, that is very important to prevent spread of waterborne diseases or soil transmitted diseases. Proper sanitation facilities, that is very important. Okay, there should be 1 toilet for 25 people. 25 പേർക്ക് ഒരു ടോയ്ലറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് സാനിറ്റേഷൻ ഫെസിലിറ്റീസ് വേണ്ടത്. All these are basic facilities: lighting, proper assessment of water, proper sanitation, etc. And when we are talking about food, okay, care must be given to cooked food and hot water to the inhabitants. Maximum we should try to give them cooked food and hot water. We can avoid uncooked food because it will cause stomach discomfort. Okay, I know that all these things, all these points you know, but when we are going to write the examination, we won't get any points. നമുക്കിത് കേൾക്കുമ്പോൾ തോന്നും എല്ലാം എളുപ്പമാണല്ലോ, ഇതെല്ലാം നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടല്ലോ, എല്ലാം എന്താ പറയുന്നത്, വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ പോയിൻറ്റ്സ് ഓർത്ത് വെച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എക്സാമിനേഷൻ എഴുതാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ആ പോയിൻറ്റ്സ് മനസ്സിലോട്ട് വരത്തില്ല. ഓക്കെ. ആൻഡ് we can use disposable plates and glasses. Then serve food in a hole for convenience, and food should be culture specific. നമുക്കറിയാം, people are from different strata of society. Their taste of food is different, but we cannot follow everyone's taste, but we should provide them culture specific food. It is better to avoid bread and butter to village people, like that is only an example. Okay, and food must meet nutritional needs. നമ്മൾ ഫുഡ് സെർവ് ചെയ്യുമ്പം വെറുതെ എന്തെങ്കിലും കൊടുത്താൽ പോരാ. We should include all nutritious foods in their menu. And the next point is expiry dates of packaged food should be checked. And only reputed voluntary organizations may be allowed to assist and serve food in camps. And other point is that store maximum dry food.
so it will not go decay. Then diabetic meal should be provided. Diabetic meal, that is very important. Okay, that is all about food. Now we are moving to food storage. Special care should be given for storing food. Dry and well ventilated area for storing food items. എപ്പോഴും നമ്മൾ ക്യാമ്പിൽ ഒരുപാട് ആളുകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോൾ വളരെ എന്താ പറയുക, ഡ്രൈ ആൻഡ് വെൽ വെന്റിലേറ്റഡ്, അതായത് കാറ്റ് കടന്നു പോകുന്നതും സൂര്യപ്രകാശം തട്ടുന്നതുമായ നല്ല ഡ്രൈ പ്ലേസിലായിരിക്കണം നമ്മൾ ഫുഡ് സ്റ്റോർ ചെയ്യേണ്ടത്. Food boxes should be arranged on shelves. Better to keep the boxes on shelves. Okay. Keep products within reachable heights. All these are very easy and നമുക്ക് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളിതെല്ലാം ഓർത്തോർത്ത് വെച്ചോണം, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ നേരത്ത് പോയിൻറ്റ്സ് കിട്ടില്ല. Then keep highly perishable food away from other food items. അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാകുന്ന ഫുഡിൻ്റെ അടുത്ത് നമ്മൾ അല്ലാത്ത ഫുഡ് ഐറ്റംസ് വെച്ചാൽ പെട്ടെന്ന് മറ്റുള്ള ഫുഡും കൂടെ ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കീപ് ഹൈലി പെരിഷബിൾ ഫുഡ് അവേ ഫ്രം അതർ ഫുഡ് ഐറ്റംസ്. സോ ഓൾ ദീസ് ആർ അബൌട്ട് ഫുഡ് സ്റ്റോറേജ്. ദെൻ മെഡിക്കൽ ക്യാമ്പ്സ്. നമ്മൾ ബേസിക് ഫെസിലിറ്റീസിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും വാട്ടറിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. Now we can move to the medical camps. There should be medical camps in the relief camps. So in the medical camp, a general physician should be in charge of health squad. എപ്പോഴും നമ്മളുടെ ക്യാമ്പിൽ നമുക്കറിയാം ഡെയിലി ചെക്കപ്പ് ചെയ്യേണ്ട ആളുകൾ കാണും, അല്ലേ, പല അസുഖങ്ങളുള്ളവർ കാണും. അപ്പം ഒരു മെഡിക്കൽ ക്യാമ്പ് എപ്പോഴും അവിടെ സംഘടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. And we should properly record medical documents. Sufficient drugs, fissure materials, surgical dressings, splints, plaster rolls, disposable needles and syringes and local antiseptics should be stored and used as per requirement. So all these things should be kept. So that is very important. College students should be identified and quickly trained to collect health surveys among inmates. So we can maximum utilize the service of college students from the inhabitants, inmates. നമ്മുടെ ക്യാമ്പിലുള്ള ഇൻമേറ്റ്സിൽ തന്നെ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ആക്റ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരെ നമുക്ക് ഇൻവോൾവ് ചെയ്യാം. കോളേജ് സ്റ്റുഡൻസ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ക്വിക്ക്ലി ട്രെയിൻ ടു കളക്ട് ഹെൽത്ത് സർവേസ് എമംഗ് ഇൻമേറ്റ്സ്. നമ്മുടെ കൂടെയുള്ള ഇൻമേറ്റ്സിൽ തന്നെ ഒരു ഹെൽത്ത് സർവേ നടത്താൻ നമുക്ക് കോളേജ് സ്റ്റുഡൻസിനെ മാക്സിമം വി ക്യാൻ യൂസ് the service of college students, because you people are very active and they can do all these things very well. And now in medical camps there should be general physical checkup should be administered. ഒരു റൂട്ടീൻ ചെക്കപ്പ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. Inmates undergoing regular treatment should be identified and special care should be given to them. നമുക്കറിയാം ചില ആളുകൾ റെഗുലറായിട്ട് ട്രീറ്റ്മെൻറ്റ്സ് പല ഡയാലിസിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റെഗുലറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉള്ള ആളുകളെ അവരെ നമ്മൾ വി ഷുഡ് അഡ്രസ് ദ പ്രോബ്ലം ഓഫ് ദോസ് പീപ്പിൾ. അതർവൈസ് ഇറ്റ് വിൽ ദെയർ കണ്ടീഷൻ വിൽ ബി ഗോ വേഴ്സ്. Then in the camps there will be or some psychological patients should be quickly identified. So we should identify psychological patients. Otherwise, if they are untreated, they will become their condition become worse. Okay. So psychological patients should be quickly identified. Their issues should be addressed. And the next point is that an ambulance should be ready at the camp. Always we should keep
an ambulance, or if possible an omnivan is also enough. And trained counselors should be made available. സോ നമുക്കറിയാം, ഒരു ക്യാമ്പിൽ വന്നകപ്പെട്ടിരിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ മനസ്സിലെപ്പോഴും ഒരു ഭയമായിരിക്കും. ഈ ഒരു പെട്ടെന്നൊരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യുമ്പോഴുള്ള അവരുടെ ഉറ്റവരെയും ഉടയവരെയും ചിലപ്പം നഷ്ടപ്പെട്ടു പോകാം, അവരുടെ വീട് നഷ്ടപ്പെട്ടവരായിരിക്കാം. അപ്പോൾ അവർ സൈക്കോളജിക്കലി അവർക്കൊരു ആശ്വാസം കൊടുക്കാനായിട്ട് ട്രെയിൻഡ് കൗൺസിലേഴ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. Then we can move to the general discipline in the relief camp. There should be a general discipline should be there in the relief camp. A relief camp can operate from 1 week to 3 months. അപ്പോൾ നമ്മൾ വെറുതെ ഒരു റിലീഫ് ക്യാമ്പ് സെറ്റപ്പ് ചെയ്താൽ പോരാ, അതിനകത്ത് അവിടെ ഒരു ജനറൽ ഡിസിപ്ലിൻ വേണം. Home guards or police officers should be put in charge for maintaining the discipline. If possible, we should arrange home guards or police officers, and women should be given maximum protection. So we should restrict the entry of other people, and keep records of entry and exit of inmates, and visiting hours should be fixed. Then vehicles should be restricted in the camp. Standard procedure to be followed by inmates should be displayed and announced. Legal procedures should be followed if necessary. So all these are general discipline in the relief camp. Okay, home guards should be there. Women should be given maximum protection. Entry should be restricted. Entry and exit hours record should be maintained. Visiting hours should be fixed. Vehicles should be restricted, and there should be, if there any problem arises, legal procedures that also we can follow. Then now we can talk quite a bit about waste management inside relief camp. Okay, നമ്മൾ എങ്ങനെയാണ് ഒരു റിലീഫ് ക്യാമ്പിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്? സോ അതാണ് നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യാറുള്ള ഏറ്റവും വലിയ ഒരു പ്രോബ്ലം തന്നെ. ഫോർ ദാറ്റ്, ടൈപ്പ് ഓഫ് വേസ്റ്റ് ആൻഡ് ദ വോളിയൂം ഓഫ് വേസ്റ്റ് ഷുഡ് ബി അസസ്ഡ്. വി ഷുഡ് for disposing the waste, we should first segregate the type of waste and volume of waste. We should segregate hazardous waste and other waste. Hazardous waste should be identified and treated properly. Then toxic waste should be collected and disposed in proper manner. Usually toxic ആയിട്ടുള്ള നമുക്കറിയാം മെഡിക്കൽ ക്യാമ്പ്സ് ഒക്കെ നമ്മൾ വയ്ക്കുമ്പോൾ അവിടെ സിറിഞ്ചസും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ടോക്സിക് വേസ്റ്റ് ആയിട്ടുള്ള. ദാറ്റ് ഷുഡ് ബി കളക്റ്റഡ് ആൻഡ് ഡിസ്പോസ്ഡ് ഇൻ പ്രോപ്പർ മാനർ. ദെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ക്യാമ്പ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഇൻമേറ്റ്സ്. പീപ്പിൾ അഫക്റ്റഡ് ബൈ മേജർ ഡിസാസ്റ്റേഴ്സ് ആർ ട്രോമറ്റൈസ്ഡ്, ദാറ്റ് വി നോ. ആൻഡ് നമുക്കറിയാം, ഒരു ഡിസാസ്റ്റർ ഫേസ് ചെയ്ത് വരുന്ന ആളുകൾ ദേ ആർ ട്രോമറ്റൈസ്ഡ്. സോ our intention is to reduce their trauma. For that, we can give them different tasks to perform. It will help to overcome their trauma. Different tasks like we can include them for cutting vegetables, and if any professionals is there, we can utilize their service also. If yoga master is there, we can seek their help also. And if graduates is there, we can seek their help to teach small kids like that. If other technicians are there, we can utilize their help also. So if they are engaged, their trauma will be reduced. Okay, now we are moving to close the camp. Okay, closing the camp. How we can close the camp? Is there any
is there any rules and regulations to close a camp? Let us discuss. Okay. Decision about closing the camp should be taken by district collector, who is the camp officer, on the basis of reports of various officers. ഇപ്പം ഫ്ലഡ് ആണെങ്കിൽ ഒരു ഫ്ലഡിൽ അഫക്റ്റഡ് ആയ കുറേ ആളുകളെയാണ് നമ്മൾ ക്യാമ്പിൽ കൊണ്ടുവന്നേക്കുന്നതെങ്കിൽ തിരിച്ചവരെ നമ്മൾ ആ ക്യാമ്പ് ക്ലോസ് ചെയ്ത് അവരുടെ സ്ഥലത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ അവിടെ ഉള്ള കണ്ടീഷൻസ് ഓക്കെ ആണോ എന്നൊക്കെ അറിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ക്യാമ്പ് ഓഫീസറായ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ക്യാമ്പ് ക്ലോസ് ചെയ്യാനായിട്ട് സമ്മതിക്കൂ. ആൻഡ് ദെൻ we can give relief kit should be given to people who leaves the camp. ഈ ക്യാമ്പിലുള്ളവർ തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം അവർക്കുള്ള അവശ്യ സാധനങ്ങൾ കൊടുത്തു വേണം നമ്മൾ പറഞ്ഞു വിടാൻ. ആൻഡ് ഓൾസോ വി ഷുഡ് ഗീവ് ദം പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ ഓൾസോ. Assistant camp officer should make sure that disinfection procedures are followed. Who is the assistant camp officer? We have already said that if it is in a college or school, the assistant camp officer will be the principal or head of the institution. Okay. Then he will make sure that the disinfection procedures are followed correctly. Then accounts officer, there will be an accounts officer. He should give a detailed report of income and expenditure. Then medical, if there is medical officer, he should give a report and the excess medicine should be transferred to district pharmacy. Okay. These are the main points for setting up a relief camp. Now we can move on some key concepts like warning systems. Disaster warning signals should be fixed and awareness about it should be spread to the locality. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു വാർണിംഗ് സിസ്റ്റം നമുക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്യാം. ലൈക്ക് എങ്ങനെയാണെന്ന് നോക്കിയാൽ, എന്നിട്ട് ആ വാർണിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് വി ക്യാൻ ഗീവ് മാക്സിമം അവെയർനെസ് ടു ദ ലോക്കൽ പീപ്പിൾ. Like ring gap, that if a bell rings like that, ring, then gap, then ring, gap. If the bell is ringing like that, we can say that there is a possible threat, എന്തോ ഒരു അപകടം വരാൻ പോകുന്നു. 2 rings gap, then 2 rings gap. അങ്ങനെ ആണെങ്കിൽ to be ready to leave house, office, etc. at the next morning. അടുത്ത് 2 ബെല്ലടിച്ചു, പിന്നെ ഒരു ഗ്യാപ്പ്, വീണ്ടും 2 ബെല്ല്, അങ്ങനെ വരികയാണെങ്കിൽ വി ഷുഡ് ബി റെഡി ടു ലീവ് ഹൗസ്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് റിംഗിങ് ഓഫ് ബെൽസ്, ഇറ്റ് ഈസ് ആൻ എമർജൻസി ആൻഡ് പീപ്പിൾ ഹാവ് ടു ഡയറക്ട്ലി റീച്ച് ടു ദ കമ്മ്യൂണിറ്റി ഷെൽട്ടർ. സോ ദിസ് ടൈപ്പ് ഓഫ് വാർണിംഗ് സിസ്റ്റം വി ക്യാൻ ഫിക്സ് ഇൻ ദ locality. Then we can keep a neighborhood directory, like create a list of phone numbers, email address, information about children and seniors, details of people with special needs, disability should be recorded. A list of skilled and trained people like nurses, doctors and electricians is to be prepared. So we should keep a directory, like neighborhood directory, like we can include important phone numbers, email address, include the information about children and senior citizens or people who need special needs. All these things should be recorded. And a list of skilled and trained people like nurses, doctors and electricians, that can also included in that neighborhood directory, that we can easily contact them. Okay, that is also very good to keep that neighborhood directory. Okay, this time you can ask your queries, and if there is any queries or doubts, you can post it into your Google Classroom. I will give you the reply.
ഓക്കെ, താങ്ക് യു.